അതിനുശേഷം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി ഉള്ളിലുണ്ട്, എങ്കിൽ പോലും പേടിയില്ല. ബിക്കോസ് നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് എവിടെയെങ്കിലൊക്കെ പോയി ഓൾവേസ് നൈറ്റ് ഒക്കെ സ്റ്റേ ചെയ്യാൻ ഉറങ്ങാൻ വേണ്ടി നമ്മൾ തിരിച്ച് റൂമിൽ വരുമ്പം അറ്റ് ടൈം അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയും ഒരു പട്ടിയും ഉണ്ട്. അപ്പം എന്താ പറയുക, ഇവര് ഓൾറെഡി ആ നേരം ഞാൻ പറഞ്ഞില്ലേ ആ ഇടവഴി കാണുന്ന ചേട്ടൻ്റെ വീട്ടിലെ മരിപ്പിന് ഇവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി എന്നെ കണ്ടപ്പോൾ ഇത് എന്നോട് വന്ന് പറഞ്ഞു. എൻ്റെ ഒരു 2-3 ദിവസം ഐ തിങ്ക് അതിലും കൂടുതലായി, കുറച്ച് നാളെ ശേഷം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ സംസാരിക്കും. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒറ്റക്കല്ല കിടക്കുന്നത്, അപ്പം എന്താ പറയുക മേലിൽ നിന്ന് ഇങ്ങനെ വോയിസ് വന്ന പോലെ എനിക്ക് ഇങ്ങനെ കേട്ടെന്ന് പറഞ്ഞപ്പം ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് ആ ചേച്ചിയുടെ വീട്ടിലെ പട്ടിയുടെ പേര് സിംബ എന്നാണ്. ആ ചേച്ചിനോടൊന്ന് ശരിയാണെന്ന് എനിക്കും തോന്നി. കാരണം പൂപ്പിന്ന് സോറി ഗൈസ്, ഞാൻ എൻ്റെ പൂച്ചക്ക് ഇടാൻ വെച്ച പേരാണ് പൂപ്പിന്ന്, എനിക്കത് വേണ്ടി സോറി. അപ്പോൾ സിംബ ഇങ്ങനെ ഒച്ചയിടുന്നുണ്ട്, സിംബ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ആ ചേച്ചി ഇത് ശരിക്കുള്ളതാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ആരെങ്കിലും കെട്ടിത്തൂങ്ങി ചാവണമെങ്കിൽ തന്നെ അത് ടെറസല്ലേ, അത് അങ്ങനെ ഇങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു സിംബയും ഇതുപോലെ എന്താ പറയുക സ്റ്റെപ്പ് ചെയ്യുന്നത് വോയിസ് കേൾക്കുന്ന പോലെ ഞാനും കേട്ടപ്പോൾ സിംബ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ ദിവസം ഐ വാസ് ഷിവറിങ് അറ്റ് നൈറ്റ്. കറണ്ട് വീണ്ടും പോയി. ഞാൻ എപ്പോൾ ചിന്തിക്കുന്നു അപ്പം കറണ്ട് പോകും.